ശമ്പളത്തിന് പിന്നാലെ PSC അംഗങ്ങളുടെ പെൻഷനും വർദ്ധിപ്പിച്ച് സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന PSC അംഗങ്ങൾക്കും ചെയർമാൻമാർക്കും ആനുകൂല്യം ലഭിക്കും. കോടതി നിർദ്ദേശം അനുസരിച്ചാണ് സർക്കാരിൻ്റെ നടപടിയെന്ന് അറിയുന്നു. ഉത്തരവിൻ്റെയും മന്ത്രിസഭ അംഗീകരിച്ച കുറിപ്പിൻ്റെയും പകർപ്പ് 24-ന്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത്. ഉമേഷ്, പറയൂ. SKN 2 മാസം മുൻപാണ് PSC അംഗങ്ങളുടെ ശമ്പളം അത് ഇരട്ടിയോട് അടുപ്പിച്ച് വർദ്ധിപ്പിച്ചത്. അതായത് ഇപ്പോൾ PSC അംഗങ്ങൾക്കും ചെയർമാനും അടക്കം 4 ലക്ഷം രൂപയോളം ഒരു മാസം ശമ്പളം ലഭിക്കും. അതിന് ആനുപാതികമായി പെൻഷനും അവർക്ക് ലഭിക്കും. അതായത് 4 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു PSC ചെയർമാന് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപയാണ് നിലവിലെ ശമ്പള സ്കെയിൽ പ്രകാരം പെൻഷൻ ലഭിക്കേണ്ടത്. എന്തായാലും ഈ ആനുകൂല്യം ഇതിൽ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണത്തിൽ അവസാനിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ ഉത്തരവ്. പുതിയ ഉത്തരവ് പ്രകാരം അസാധാരണ ഒരു PSC അംഗമാകുന്ന ആൾ PSC അംഗമായ 6 വർഷത്തെ കാലയളവിൽ ആ കാലയളവ് പരിഗണിച്ചാണ് സാധാരണ പെൻഷൻ നൽകുന്നത്. എന്നാൽ അത് പോരാ, തങ്ങൾക്ക് മുൻകാല പ്രാബല്യത്തിൽ സർക്കാർ സർവീസിലിടുന്ന കാലഘട്ടം കൂടി, ആ സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകണമെന്നുള്ള അഭ്യർത്ഥന ചില വിരമിച്ച PSC അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. അത് പ്രകാരമാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. 3 PSC അംഗങ്ങൾ ആദ്യം, അതായത് ഇത്തരമൊരു സാഹചര്യം ഒരുങ്ങിയത് സാധാരണഗതിയിൽ PSC അംഗമാകുന്ന ഒരാൾക്ക് തങ്ങൾ സർവീസ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു 30 വർഷത്തോളം ഒരാൾ സർക്കാർ സർവീസിലുണ്ടെങ്കിൽ ആ സർവീസ് കാലഘട്ടത്തിലെ പെൻഷനോ അല്ലെങ്കിൽ PSC അംഗമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന 6 വർഷത്തെ പെൻഷനോ ആണ് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെ ഈ 3 അംഗങ്ങളും, വിരമിച്ച 3 അംഗങ്ങളും അവർ ആദ്യഘട്ടത്തിൽ PSC അംഗങ്ങളുടെ പെൻഷൻ കുറവായിരുന്ന കാലഘട്ടത്തിൽ അവർ തങ്ങളുടെ സർവീസ് കാലഘട്ടത്തിലെ സർവീസ് പെൻഷൻ മതി എന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് PSC അംഗങ്ങളുടെ ശമ്പളവും പെൻഷനുമെല്ലാം വലിയ രീതിയിൽ വർദ്ധിക്കുന്നത്. ഇത് വർദ്ധിച്ച സാഹചര്യത്തിൽ 3 അംഗങ്ങളും വീണ്ടും സർക്കാരിനെ സമീപിക്കുകയും തങ്ങൾക്ക് PSC പെൻഷൻ മതി, സർവീസ് പെൻഷൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുക്കണം, അത്തരമൊരു സർവീസ് പെൻഷൻ ഒഴിവാക്കി PSC പെൻഷൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചു. സർക്കാർ ആദ്യം റിജക്റ്റ് ചെയ്തു. അതിനുശേഷം കോടതിയിൽ പോയപ്പോൾ ഇവരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണ് എന്ന് കോടതി ഉത്തരവിറക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി സർക്കാർ സർവീസിൽ നിന്ന് പെൻഷനായ ശേഷം PSC അംഗമാകുന്ന എല്ലാവർക്കും അവർ ആവശ്യപ്പെടുന്നെങ്കിൽ ആ രീതിയിൽ സർക്കാർ സർവീസിൻ്റെ കാലഘട്ടം കൂടി കണക്കാക്കി പെൻഷൻ നൽകാവുന്നതാണ് എന്നുള്ള ഉത്തരവ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന തീരുമാനം തന്നെയാണ്. നിലവിൽ ശമ്പള പരിഷ്കരണത്തിലൂടെ മാത്രം ഒരു വർഷം 30 കോടിയിലധികം രൂപ സർക്കാരിന് അധിക ബാധ്യത വരുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനം കൂടി വരുമ്പോൾ അതിൻ്റെ ബാധ്യത വലിയ രീതിയിൽ ഉയരും. കാരണം ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ നിലവിൽ PSC ചെയർമാനായ ഡോക്ടർ ബൈജു സർക്കാർ സർവീസിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം അധ്യാപകനായി വിരമിക്കുന്നതിന് തൊട്ട് മുൻപാണ് PSC അംഗമായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സർവീസ് കാലഘട്ടം കൂടി, അതായത് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്ന സർവീസ് കാലഘട്ടം കൂടി കണക്കാക്കി അതിന് കൂടുതൽ 6 വർഷത്തെ PSC കാലഘട്ടം കൂടി കണക്കാക്കിയായിരിക്കും അവർക്കെല്ലാം ഇനി സർവീസ് പെൻഷൻ നൽകാൻ പോകുന്നത്. ഒരു വലിയ തുകയായിരിക്കും. അത്തരത്തിൽ ഇനി നേരത്തെ വിരമിച്ചവർക്ക് മുൻകാല പ്രാബല്യത്തിൽ കൂടി അനുവദിക്കുകയാണെങ്കിൽ അതും വലിയ തുകയായി മാറുകയും ചെയ്യും. എന്തായാലും PSC അംഗങ്ങൾക്കും ചെയർമാൻമാർക്കുമുള്ള ആനുകൂല്യം സർക്കാർ നൽകുന്നത് അവസാനിപ്പിക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും വലിയൊരു തുക പെൻഷനായി കൂടി ലഭിക്കാൻ പോവുകയാണ്. SKN. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്.